നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അനന്തോത്സവ കാഴ്ചകളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അൻപത്തിയാറാമത് സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ നമ്മുടെ കൗമുദി ടിവിയുടെ അനന്തോത്സവത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ചൊരു പേര് കൊണ്ട് പറയുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മതി, മലയാളികൾക്ക് മനസ്സിലാകും. അതുപോലെ വളരെ ശ്രദ്ധേയനായ, എന്താ പറയുക എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ ഒരുപാട് സമയങ്ങൾ വേണം. എന്തായാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ കലാകാരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സരസവും നിഷ്കളങ്കവുമായ സംസാരമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. വേറെ ആരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പന്ന്യൻ രവീന്ദ്രൻ സാറാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. സാറേ നമസ്കാരം. നമ്മുടെ അനന്തോത്സവത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ കലാകാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാരൻ ആകണമെങ്കിൽ ഒരല്പം കലയുള്ളവനെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാകാൻ പറ്റും. ഇപ്പോൾ ഒരു സിനിമാ നടനും കൂടിയാണ്. അപ്പം ഈ പിന്നിട്ട് വന്ന ആ കമ്മ്യൂണിസ്റ്റ് ജീവിതവും കലാജീവിതവും തമ്മിൽ തട്ടിച്ച് നോക്കുമ്പോൾ സാറിൻ്റെ ഇന്നിപ്പം ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ ഇവിടെ മത്സരിക്കുകയാണ്, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ സാറിൻ്റെ കഴിഞ്ഞ കാലങ്ങളും ആ കുട്ടി കാലങ്ങളും പള്ളിക്കൂടം ഓർമ്മകളും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. അല്ല, കലയും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കലയുമായി ബന്ധമുണ്ട്. കലയെ ആസ്വദിക്കാത്ത ഒരാളുണ്ടാവില്ല. അതെ, എസ്.കെ. പൊറ്റക്കാട് പഴയ കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു കലാസ്വാദനമില്ലാത്തൊരു മനുഷ്യനെക്കുറിച്ച് എന്ത് പറയാൻ, ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് മിക്കവാറും ബ്ലൈൻഡായി കിടക്കുന്ന ആളുകളാണ്. ഇപ്പം കലോത്സവത്തിൻ്റെ ഈ വർഷത്തെ കലോത്സവം അനന്തപുരിയിലാണ്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഈ കലോത്സവ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഇവരെല്ലാം മിടുക്കന്മാരും മിടുമിടുക്കിയുമാണ്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പം ഞാനിവിടെ വെച്ച് കണ്ടത് ഇപ്പം കുച്ചിപ്പുടി ആൺകുട്ടികളുടെ എത്ര മനോഹരമാണത്. ആ കുട്ടികൾ ഒരു തരത്തിലും ഒരു കുറ്റം പറയാൻ പറ്റാത്ത പിഴവില്ലാത്ത ചുവടുകളാണ് വെച്ചത്. അവരുടെ ചുവടുകൾ, അവരുടെ ചലനങ്ങൾ ബുദ്ധിമുട്ട് വരും. ജഡ്ജിമാർക്ക് തന്നെ പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. ജഡ്ജിമാരുണ്ട്, അവർ സ്വതന്ത്രമായി വിലയിരുത്തിക്കോട്ടെ. പക്ഷെ സാധാരണ ഒരു പ്രേക്ഷകന് ഈ കലയെക്കുറിച്ചും നാട്യത്തെക്കുറിച്ചും അറിയുന്നൊരു പ്രേക്ഷകന്, ആ പ്രേക്ഷകൻ വന്ന് നിന്നാൽ ഈ പരിപാടി കണ്ടാൽ ആരെ നമ്മൾ ഒന്നാമനാക്കും എന്ന കാര്യത്തിൽ സംശയമായിരിക്കും. ഗ്രേഡ് പ്രശ്നമാണ്. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴുണ്ടായത്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ നൃത്ത ചുവടുകൾ, എവിടെയെങ്കിലും ചുവടുകൾ വല്ല പെശകമുണ്ടെങ്കിൽ ആ തിരുത്താൻ ഈ ഒരു സാധനമുണ്ട്. നമുക്കത് കണ്ടിട്ട് എൻ്റെ ചുവടിൽ എവിടെയാ പിഴവും തികത്താം. ഇവിടെ വരുന്ന കുട്ടികൾ ഒരു 4 മത്സരങ്ങൾ കടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നു, സ്കൂൾ തലത്തുനിന്ന് മുതൽ മുകളിലോട്ട്. ഈ മത്സരങ്ങളെല്ലാം കടന്നു വരുമ്പോൾ കുട്ടികൾക്ക് അവർക്കൊരു വല്ലാത്ത കോൺഫിഡൻസ് ഉണ്ടാവും. നാളത്തെ നമ്മുടെ കേരളത്തിൻ്റെ കലാകാരന്മാരും കലാകാരികളുമാണ് ഇവിടെ വരുന്നത്. മറ്റൊരു കാര്യം, ഈ കലക്ക് മാത്രമുള്ള പ്രത്യേകത എന്താ? കലക്ക് മാത്രമല്ല, കായിക മേളക്കും എല്ലാം ഉള്ള പ്രത്യേകത എന്താ? ഇവിടെ മനുഷ്യന് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തയില്ല. ഇവിടെ മതസ്പർദ്ധയില്ല, മനസ്സിൻ്റെ അസഹിഷ്ണുതയില്ല, മറ്റൊരു പ്രശ്നമില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, പ്രധാനമായ രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ കലയുമായി ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സ് നേരെ കലയിൽ മാത്രമാണ്, മറ്റൊരു സ്ഥലത്തും ചലിക്കുന്നില്ല. കാരണം അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായിരുന്നു. അതുപോലെ തന്നെ കായികോത്സവം അങ്ങനെയാണ്. സ്കൂൾ ഗെയിംസ് എന്ന് പറയുന്നത് അതുപോലെ. ഇതിൽ അത്രമാത്രം കുട്ടികൾ വന്ന് ഒരുമിച്ച് പങ്കെടുക്കുക. ആ കുട്ടികളുടെ അസാധാരണമായ കഴിവ് ഒരുപക്ഷെ നാളത്തെ യേശുദാസിനെ പോലുള്ള കലാകാരന്മാരും അതുപോലെ മഞ്ജുവാരുടെ പോലുള്ള കലാകാരികളും എല്ലാം നമുക്ക് ഇവിടെ വരും. അവരെ സെലക്ട് ചെയ്യുന്ന ഇവിടുന്നാണ്. അവരുടെ മുന്നേറാനുള്ള ഒരു വഴിയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ പാതയിലൂടെ മുന്നേറിയാൽ അവർ കേരളത്തിൽ നാളെ അറിയപ്പെടുന്ന കലാകാരന്മാരും കലാകാരികളാവും. അതുകൊണ്ട് ഈ കലോത്സവം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും എന്താ, ഈ കലോത്സവം എവിടെയുണ്ടോ ഞാൻ പോകും.
നമ്മുടെ കോഴിക്കോട്ടെ പറഞ്ഞതുപോലെ മാനസികാവസ്ഥ തന്നെ ഒന്ന് മാറ്റിയെടുക്കാം നേരത്തേക്ക്. മാത്രല്ല ഈ കുട്ടികളുടെ കഴിവ് നമുക്ക് നേരിട്ട് കാണാലോ. അത് കാണുമ്പം നമുക്ക് എന്തെന്നില്ലാത്തൊരു ആവേശമല്ലേ മനസ്സിൽ. നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ അവരെ നമ്മുടെ നാട്ടിലെ വെല്ലുന്ന ഏറ്റവും നല്ല കലാകാരന്മാരാവുന്നു പറഞ്ഞാൽ അതുപോലൊരു മനസ്സിന് സുഖം വേറെന്താ ഉള്ളത്? അതിലെ നമുക്ക് ചെറുപ്പകാലത്താണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ കലയ്ക്ക് ഇറങ്ങുമ്പോഴോ ഈ വീട്ടിലൊക്കെ പഴയ ആൾക്കാർ എല്ലാത്തിനും ഒരു എതിര് നിൽക്കുന്ന ഒരു അവസ്ഥ പണ്ടുണ്ടായിരുന്നു. ഇന്ന് മുമ്പേ സാറ് പറഞ്ഞ പോലെ ഇന്ന് എല്ലാവരും സപ്പോർട്ടാണ് കുട്ടികൾ. കാരണം അന്നത്തെ ആ കാലത്തിൽ സാറൊക്കെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് വന്നതുകൊണ്ടല്ല ഇപ്പോഴും ഇത്ര തിളങ്ങി നിൽക്കാൻ കഴിയുന്നത്. ഇപ്പൊ ഈ പുതിയ കുട്ടികൾക്ക് സപ്പോർട്ട് കൂടുന്നതുകൊണ്ട് അവര് ശോഭിച്ച് നിൽക്കുന്നത് ഒരു കുറവായിട്ട് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലൊരു പ്രഗത്ഭ കലാകാരൻ നമ്മുടെ മുരളി ഉണ്ടല്ലോ, നടൻ മുരളി, ഭരത് മുരളി, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എതിർത്തി വെച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാടാൻ ഒരു ചാൻസ്, മനസ്സാകെ ആഹ്ലാദമായിരുന്നു. ഒരു പാട്ട് പാടാൻ മത്സരത്തിൽ, ആ പാട്ട് പാടാൻ സ്കൂളിൻ്റെ പ്രതിനിധിയായി പോവുക. അധ്യാപകൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മുരളി അവിടെ നിൽക്കണം, ക്ലാസ് കഴിഞ്ഞാൽ ഒന്ന് സംസാരിക്കാൻ. ഇതുപോലെ 5 കുട്ടികളോട് പറഞ്ഞ് സംസാരിക്കണം, നാളെ വരണം, നമ്മളെ സ്കൂളിന് വേണ്ടി സംഘ ഗാനത്തിൽ പങ്കെടുക്കാനാണ്. ആഹ്ലാദമായല്ലോ. അന്ന് രാത്രി നിദ്രാവിഹീനമായ രാത്രിയായിരുന്നു. അടുത്ത ദിവസം ചെന്നപ്പം അവസാനം അധ്യാപകൻ പറഞ്ഞു, മുരളി നിന്റെ ശ്രുതിയും താളവും റെഡിയല്ല, അവിടെ നീ പോയിക്കോ എന്ന് പറഞ്ഞപ്പം അവൻ്റെ മനസ്സിനെ അരട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ വിഷാദം എന്താ? എൻ്റെ ശ്രുതിയും താളവും മോശമാണെന്ന് പറയണമെങ്കിൽ ഞാൻ പാട്ട് പാടിയിട്ട് പറയണ്ടേ? എൻ്റെ പാട്ടില്ല മുൻവിധിയോടെ തീരുമാനിച്ചെന്നാണ്. ഇവിടെ അതല്ല. ഇവിടെ ജഡ്ജിമാർ മാർക്കിടുന്നുണ്ട്, ജനങ്ങൾ മാർക്കിടുന്നുണ്ട്. ഇവിടെ ഒരുപാട് മീഡിയാസ് ഉണ്ട്, നിങ്ങളെപ്പോലെ മീഡിയാസ്. അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഈ കലാപ്രകടനം കാണിക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലുള്ള കലാപ്രകടനമല്ല, അന്ന് പത്രങ്ങളിൽ 2 വരി വന്നെങ്കിലായി, ഒരു ഫോട്ടോ വന്നെങ്കിലായി. ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അച്ഛനടിക്കുന്ന ഫോട്ടോയാണ്. ഇപ്പൊ ടെക്നോളജി ഒരുപാട് മാറി. നമുക്കിപ്പോ കാണുന്നത് നേരെ TV-യിലാണ്. TV കാണുമ്പോൾ ആ കുട്ടികളുടെ ആഹ്ലാദം എന്തായിരിക്കും, കുട്ടികളുടെ കുടുംബത്തിന്റെ ആഹ്ലാദം എന്തായിരിക്കും, അച്ഛനമ്മമാർക്ക് ഇതുപോലെ ഒരു ആഹ്ലാദം വേറെ ഉണ്ടോ? പഴയ കാലത്തെ എതിർപ്പുകളൊന്നും ഇന്നില്ല. കാരണം എതിർപ്പില്ലെന്ന് മാത്രമല്ല, ഇപ്പം മത്സരവേദി പലപ്പോഴും രക്ഷിതാക്കളുടെ മത്സരവേദിയായി മാറി. അത് കുറച്ച് അപകടകരമായ ഒരു സൂചനയാണ്. ആ സൂചന മാറ്റിയെടുക്കണം. കാരണം കുട്ടികളുടെ നല്ല കലയെ ആസ്വദിക്കുക, അല്ലാതെ ആ കുട്ടി ജയിച്ചോ എൻ്റെ കുട്ടി തോറ്റോ അതുകൊണ്ട് ആ കുട്ടി മോശമാണെന്ന് പറയുന്ന ഒരു അവസ്ഥ വരാൻ പാടില്ല. നമ്മുടെ ഹൃദയം വളരെ വിശാലമായിരിക്കണം. അത് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ സംശുദ്ധമായി ഈ മാതിരി കാര്യങ്ങളെ കാണാൻ നമുക്ക് കഴിയണം. കേരളത്തിൻ്റെ കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത സംശുദ്ധമായ കല. ആ കലയുടെ വഴിയാണ് കേരളം. പണ്ടൊക്കെ മുമ്പേ സാറ് പറഞ്ഞ പോലെ പണ്ടൊക്കെ ഈ വീട്ടിൽ നിന്ന് കലയ്ക്ക് ഇറങ്ങുമ്പോൾ വഴക്ക് പറഞ്ഞെങ്കിൽ ഇപ്പൊ നേരെ തിരിച്ചാ, കലാകാരനായില്ലേ വഴക്ക് പറയുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ബലമായി കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറണം. കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കണം. ഇപ്പം പാടുന്ന കുട്ടികളോട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, കുട്ടി ശാസ്ത്രീയ സംഗീതത്തിൽ അവലം പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു, പഠിക്കണം കുട്ടി, എങ്കിലും മാത്രമേ ശ്രുതിയും താളവും എല്ലാം നേരെയായിട്ട് വരും. അത് വരാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. ഇപ്പം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്, ഇപ്പം ചാനൽ വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു വലിയ മാറ്റം എന്താ? എത്ര കുട്ടികളായി മത്സരങ്ങളിൽ വരുന്നത്. ആ വരുന്ന കുട്ടികൾക്കോ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകുന്നത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനും കോളേജ് യുവജനോത്സവത്തിൽ പങ്കെടുക്കാനുമല്ല. അതുകൊണ്ട് ഇങ്ങനെ വന്ന് ഇഞ്ചോടിഞ്ച് പൊരുതുന്ന, കലയിൽ ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന ഈ രംഗം കാണുമ്പോൾ നല്ല കൗതുകമല്ലേ? ഈ കുട്ടികളുടെ മുഖം കാണുമ്പം നമുക്ക് വല്ലാത്ത ആഹ്ലാദമല്ലേ? നമ്മുടെ മനസ്സിനകത്തുള്ള മാറാല മാറ്റാൻ ഈ കുട്ടികളുടെ നല്ല നടനം, നർത്തന വൈദഗ്ധ്യം നമുക്ക് കാണാൻ കാഴ്ചയല്ലേ? അതുകൊണ്ട് ഈ പരിപാടികളെന്നും ഏത് വർഷവും, ഞാൻ കഴിഞ്ഞ വർഷം കോഴിക്കോട് പോയിരുന്നു. കോഴിക്കോട് പോയപ്പോൾ നല്ല പൊടിയായിരുന്നു. പൊടിയിൽപ്പെട്ട് അലർജി ആയപ്പോഴും എനിക്ക് തോന്നിയത്, അലർജി ഇരിക്കട്ടെ, അലർജി നമുക്ക് എന്തെങ്കിലും മെഡിസിൻ കഴിച്ച് മാറ്റാം. പക്ഷേ ഇത് ആസ്വദിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂലല്ലോ. തിരിച്ചു കിട്ടൂലല്ലോ. പണ്ടാരണ്ട് പറഞ്ഞ മാതിരി ട്രെയിൻ പോയി ടിക്കറ്റിന് ക്യൂ എന്നൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമുക്കതാണ് നല്ലത്. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഈ മത്സരം കാണാൻ പറ്റിയില്ല, മറ്റൊരു പരിപാടിയിലായി. ഇന്ന പരിപാടിയിൽ മാറ്റിവെച്ച് ഇവിടെ വന്നിരിക്കുക. എന്താ മാറ്റിവെച്ച് വന്നതിൻ്റെ കാര്യം? നമുക്ക് ഇതിൽ ആസ്വദിക്കണം, അതിൽ പങ്കാളികളാവണം. അവിടെ ഇരിക്കുമ്പം എനിക്ക് ഒരു വല്ലാത്ത ഒരു മാനസിക അവസ്ഥയാണ്. ഒരു നന്മയുടെ വഴിയിലേക്ക് നമ്മൾ പോവുക. ആ പോകുന്ന വഴിയിലേക്ക് നമുക്ക് കടക്കാൻ, നമുക്കൊരു കൂട്ടായി കടക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയാണ് ഈ മത്സരത്തിനെ ഭാഗമാക്കാൻ നമ്മൾ വരുന്നത്. മനസ്സിപ്പോഴും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ഫോക്ക് ഡാൻസും എല്ലാം
മനസ്സിലിപ്പോൾ മാറി മാറി നമ്മുടെ മനസ്സിൽ നടനം നടന്നുകൊണ്ടിരിക്കുക. ആ നർത്തനത്തിനിടയിൽ നടനം നമ്മുടെ മനസ്സിനെ ഒരു വല്ലാത്ത ലോകത്തിലേക്ക് നയിക്കുന്നു. അതിന് അനന്തപുരി പറ്റിയ സ്ഥലമാണ്. കാരണം ഇവിടെ കലയുടെയും കളിയുടെയും അതുപോലെ തന്നെ നടനത്തിൻ്റെയും എല്ലാം കേന്ദ്രമാണ്. ഇവിടെ സംഗീത കോളേജുണ്ട്. നമ്മുടെ നാട്ടിൽ പഴയകാലത്ത് രാജഭരണകാലത്ത് ഇവിടെ കലയുടെ കേന്ദ്രമായിരുന്നു. ആ കേന്ദ്രത്തിൽ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഒരു അവിസ്മരണീയമായ ദിവസമായിരിക്കും ഈ ദിവസങ്ങൾ. ആ ദിവസങ്ങൾ അനന്തപുരിയിൽ ആസ്വദിക്കാൻ നമുക്ക് കഴിയും, കുട്ടികൾക്ക് ഒരു വലിയ അനുഭവമാക്കി മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. കൗമുദി ടി വി ആ കാര്യത്തിൽ നല്ല മുൻകൈ എടുക്കുന്നുണ്ട്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം കൗമുദി ടി വിക്ക് താമസിച്ചാൽ വന്നതെങ്കിലും കൗമുദിക്ക് കേരളീയ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം, നല്ല സംസ്കാരം, കേരളീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാക്കായിരുന്നു ഈ കൗമുദി. കൗമുദിയുടെ പഴയ കാലത്ത് പിന്നെ പത്രം അതായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമുക്ക് പഴയ കാലത്ത് നമ്മുടെ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടി കുടപിടിച്ച ആളുകൾ, അവരുടെ ഒരു തലമുറയിൽ ഈ കൗമുദിയിലുള്ളത്. അതുകൊണ്ട് കൗമുദി ടി വി ഈ കലാകാരന്മാരെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കാൻ വരുന്ന ശ്രമങ്ങളെ 100% ഞാൻ പിന്തുണക്കുന്നു, അഭിനന്ദിക്കുന്നു. അപ്പോൾ എന്തായാലും സാർ ഈ അനന്തോത്സവത്തിൽ വന്ന് പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു ചോദ്യമുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒരു സിനിമയിലാണോ രാഷ്ട്രീയത്തിലാണോ ഏറ്റവും കൂടുതൽ അഭിനയം വേണ്ടത്? ഞാൻ പരമാവധി ഈ അഭിനയത്തിൻ്റെ വഴിയിലല്ല. എൻ്റെ മനസ്സിൽ അഭിനയമല്ല, എൻ്റെ മനസ്സിൽ നമ്മുടെ സത്യസന്ധമായ ഒരു ചലനങ്ങളാണ്. അത് അഭിനയത്തിനാകുമ്പം ആ ചലനങ്ങളിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഏച്ചു കെട്ടിയാൽ മുഴച്ചെടുക്കുമെന്ന് പറഞ്ഞ പോലെ അഭിനയം എന്ന് പറയുന്നത് വേറെയാണ്, പ്രവർത്തനം എന്ന് പറയുന്നത് വേറെയാണ്. പൊതുപ്രവർത്തനത്തിൽ മനസ്സാ സമൂഹത്തിനോട് മാറ്റിവെച്ചതാണ്. അതും അഭിനയം തമ്മിൽ ഒരു തരത്തിലും ഒരു താരതമ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അഭിനയം ഒരു സാന്ദർഭികമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ച്, പക്ഷെ അത് വെട്ടിക്കുള്ളിലായി. ഇപ്പോഴൊന്ന് വന്നെന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. അതിലൊന്നും വലിയൊരു തലത്തിൽ ഞാൻ നടനാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ചെറുപ്പക്കാർ നടന്മാരുണ്ടല്ലോ, നിവിൻ പോലെയുള്ള കലാകാരന്മാർ. ഇപ്പം നിവിൻ പോളി മാത്രമല്ല, ഫഹദ് ഫാസിൽ, അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ദുൽഖർ, ഇതുപോലെ നടന്മാരുണ്ടല്ലോ. ചെറുപ്പക്കാരെ നമുക്ക് നാട്ടിൽ വേണ്ടത്. ചെറുപ്പക്കാർ ഈ കലാരംഗത്ത് ശോഭിക്കട്ടെ. ആ ശോഭിക്കാനുള്ള ചെറുപ്പക്കാർക്ക് ഒരു കളിത്തൊട്ടിലായി മാറട്ടെ ഈ കലോത്സവം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള വഴിയുണ്ട്, ആ വഴി അവർ ഉപയോഗിക്കുന്ന പ്രതീക്ഷയാണ് എനിക്കുണ്ട്. എന്തായാലും സാർ വളരെ സന്തോഷം. ഇത്രയും നേരം വിലയേറിയ വാക്കുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളെ പ്രേക്ഷകർ